വൃശ്ചികം 16 കണ്ണൂരിൻ്റെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലെ ഉത്സവത്തിന് കൊടിയേറുന്ന ദിവസം. ഞങ്ങൾ ഉച്ച സമയത്താണ് പറശ്ശിനിക്കടവിൽ എത്തിച്ചേർന്നത്. പറശ്ശിനി പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൂരെ പറശ്ശിനി മടപ്പുര കാണുന്നത് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സ്റ്റെപ്പുകൾ ഇറങ്ങി മടപ്പുരയിലേക്ക് നടക്കുമ്പോൾ സൈഡിലായി ശ്രീ ചോന്നമ്മ ഭഗവതി കോട്ടം കാണാം. അവിടെ നിന്നും കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോഴാണ് മടപ്പുരയിലെത്തുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലൊക്കെ ധാരാളം നായ്ക്കളെ കാണാൻ സാധിക്കും. മറ്റൊരു ക്ഷേത്രത്തിലും ഇങ്ങനെ ഉണ്ടാകില്ല. ഇത് മുത്തപ്പൻ്റെ സന്തത സഹചാരിയായത് കാരണം നായ്ക്കളെ ആരും ഇവിടെ ഉപദ്രവിക്കാറില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതുവഴി കുട്ടികളുമായി കടന്നു പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അത് വേറൊന്നുമല്ല, ഇരുവശങ്ങളിലുമായി ധാരാളം കളിപ്പാട്ടങ്ങളുള്ള കടകളാണ്. അതൊക്കെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ ചെറിയ പാടൊന്നുമല്ല, അനുഭവം കൊണ്ട് പറയുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയും റെഡ് അലർട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയൊരു തിരക്ക് ഇവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ടില്ല. പറശ്ശിനി ഉത്സവത്തിന് സാധാരണ പകൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നൈറ്റാണ് എത്തിച്ചേരുന്നത്. ഞങ്ങളൊക്കെ പണ്ട് വെടിക്കെട്ട് കാണുന്നതിനായി സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നൈറ്റാണ് വരാറുള്ളത്. ഇത്തവണ ഇവിടെ വെടിക്കെട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആരുടെയും ശല്യമില്ലാതെ ഒരു നായ ഉറങ്ങുന്നതുണ്ടോ? ഇവിടെ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണിത്. പറശ്ശിനി മടപ്പുരയെ സുന്ദരമാക്കുന്ന ഒരു കാര്യം ഈ മുന്നിലൂടെ ഒഴുകുന്ന പുഴയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരുടെ ദൈവമാണ് മുത്തപ്പൻ എന്ന് പറയുന്നത് വെറുതെയല്ല. ഇവിടെ വന്നാൽ നിങ്ങളുടെ ജാതിയോ മതമോ ഒന്നും ആരും ചോദിക്കില്ല. ഇന്ന് മഴ പെയ്തെങ്കിലും പുഴവെള്ളം കലങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടുത്തെ പുഴയിലെ വെള്ളം ഉപ്പ് വെള്ളമാണ്. ഇവിടെ വേലിയേറ്റവും വേലിയിറക്കമുള്ള സ്ഥലമാണ്. കാല് കഴുകി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ കുറച്ച് വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതി. കാരണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയാൽ പിന്നെ വീഡിയോ എടുക്കാൻ കഴിയില്ല. പറശ്ശിനി മടപ്പുര കാണാത്ത കണ്ണൂരുകാർ അപൂർവമായിരിക്കും അല്ലേ? മറ്റ് ജില്ലക്കാരും ഒരുപാട് പേര് പറശ്ശിനിയിലെത്തിയിട്ടുണ്ടാകും. പറശ്ശിനിയിലെത്തിയാൽ മുത്തപ്പനെ കാണുന്നതോടൊപ്പം ബോട്ട് സവാരിയും ചെയ്യാം. ഭക്തിയോടൊപ്പം വിനോദത്തിനും ഒരുപാട് സാധ്യതകളുള്ള ഒരു മണ്ണാണിത്. ഞങ്ങൾ മുത്തപ്പനെ കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് നിങ്ങളുമായിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് മടപ്പുരയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ പോവുകയാണ്. സാധാരണ പയർ വേവിച്ചതും തേങ്ങയും ചായയുമാണ് ഉണ്ടാകാറ്. ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് അവലും തേങ്ങയും മാത്രമാണ് കിട്ടിയത്. സമയം 2 മണിയായപ്പോൾ ഞങ്ങൾ ഊട്ടുപുര ലക്ഷ്യമാക്കി നടന്നു. സാധാരണ ദിവസങ്ങളിൽ ഊട്ടുപുരയ്ക്ക് മുന്നിൽ വലിയ ക്യൂ കാണാറുണ്ട്. ഇത്തവണ അങ്ങനെ കണ്ടില്ല. ഞങ്ങൾ നേരെ പോയി നോക്കിയപ്പോൾ ഉത്സവമായതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഭക്ഷണമില്ല, ഭജനക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നറിയാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ മടപ്പുരയ്ക്കടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. ഊണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. സാമ്പാറൊക്കെ ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയതാണ്. ഇതുപോലെ മോശം ഒരു ഊണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പൈസ കൊടുക്കുമ്പോൾ ആ ഹോട്ടലുകാരനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് വന്നത്. ശേഷം മടപ്പുരയ്ക്ക് തൊട്ടടുത്തുള്ള ബോട്ട് ജെട്ടിയിലെത്തിയപ്പോൾ മഴ കനത്തു തുടങ്ങിയിരുന്നു. ഇന്ന് മഴയായതുകൊണ്ട് ബോട്ട് സർവീസൊക്കെ കുറവാണ്. പറശ്ശിനി മുത്തപ്പനെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീണ്ടും കാണാം. ബായ്.